ഇത് എങ്ങനെയാണ് ഈ തോൽ എങ്ങനെയാണ് പാകപ്പെടുത്തി എടുക്കുന്നത്? അവൻ നമ്മൾ നല്ലപോലെ വാങ്ങിച്ച് സെലക്ട് ചെയ്ത് ഉണക്കണം. തോല് എവിടെ നിന്ന് മേടിക്കുന്നത്? ഇപ്പോൾ അടുത്തുണ്ട് പുതുനഗരം മാർക്കറ്റിൽ നിന്ന് വന്നത് ഉണക്കിയിട്ട് പാകപ്പെടുത്തി 2 ദിവസം ഉണക്കണം. ഇത് രണ്ടാമത് കട്ട് ചെയ്യണം. ഡൗണിൽ കട്ട് ചെയ്യും, വാല് കട്ട് ചെയ്യും. പച്ചത്തോലും മേടിച്ചിട്ട് വന്നിട്ട് അതിലിപ്പം ഇതിന്റെ തോലിന്റെ ഈ പാകപ്പെടുത്തലും നമ്മൾ തന്നെ കാണിച്ചാൽ അപ്പം തന്നെ. എങ്ങനെ ഇതിന്റെ ഉപകരണങ്ങൾ ഇത് അടിച്ചു കൊടുക്കാനുള്ള മെറ്റീരിയൽസോ ഈ ടേപ്പിന്റെ അതിന് പേര് പറഞ്ഞോ? എന്ത് ഉപകരണം എന്ന് വെച്ചാൽ ഇത് ഇതാക്കാണോ? കല്ല് നമ്മള് ഇത് പുരാണികളും പറയും. പൗഡറാക്കി നമ്മൾ 3 ലോൺ കൂടി മിക്സ് ചെയ്ത് അതുപോലെ പിന്നെ നമ്മള് ട്യൂൺ ചെയ്ത് വാറിനെ പിടിച്ച് ടൈറ്റാക്കി ട്യൂൺ ചെയ്യും. അപ്പൊ ഫിനിഷ് ചെയ്യാം. ഇല്ല, നമ്മള് വാറ പിടിച്ച് നമ്മള് ശ്രുതിയുണ്ടല്ലോ, നമ്മൾ ചേർന്ന് വരും. ഓരോ മൃഗത്തിനും ഓരോ ശ്രുതിയാണ്. ഓരോ മൃഗത്തിനും ശ്രുതി 2 ഉണ്ട്, 2, 2, 4, 5, 5 പെണ്ണുങ്ങൾക്ക് പോകുന്നത്, 1, 1 ആണുങ്ങൾ പോകുന്നത്. ആണുങ്ങളാണ് ഈ തക്കുകടമായി വെറുതെ 24 ഇഞ്ച് മുതലം 6.25 വായോട്ടം, അതിന് തക്കുകൾ വരും. അപ്പോൾ അത് ആണുങ്ങൾക്ക് 1, 1 സൂചി 2 വരെ ഉണ്ട്. ഇത് ലേഡീസ് വരുന്നത് 4, 5. അത് പിച്ചിന്റെ വ്യത്യാസമുണ്ട്. സൈസുകൊണ്ട് സൗണ്ട് വ്യത്യാസം. തോലിന്റെ പാകത്തിൽ വ്യത്യാസമുണ്ടോ? അല്ലാതെ ഈ പെണ്ണുങ്ങൾക്ക് പാടുമ്പോ മൃദംഗത്തിന്റെ തോലടക്കം വ്യത്യാസം. അതില് ഈ പാകപ്പെടുത്തുന്നതിലും അതിന്റെ ലെയർ എങ്ങനെയാണ് വ്യത്യാസം? അല്ല, തോല് അതിന്റെ ഈ ലെയറുകളൊക്കെ ഒരേതായിരിക്കും അതോ ഒരുപാട് കട്ട് ചെയ്താൽ പാടില്ല. മിനിമം ഓവർ സൗണ്ട് വരും. മാക്സിമം വ്യത്യാസം വരും. നമുക്കറിയില്ലല്ലോ, ഇന്ന ദൂരം കൊണ്ട് ഇന്ന ചെയ്യണം, ഇന്ന ചെയ്യണം. കണ്ടുപിടിക്കല്ലോ, ഇപ്പോഴും പരിശോധിക്കാണല്ലോ. ഈ മൂട്ടടിക്കുന്ന ഇത് തോല് വന്നിട്ട് നേരെ പശുവിൻ്റെ തോല്, നമുക്ക് ആടിൻ്റെ തോലോ, അതിൻ്റെ അടിയിൽ ഇത് പശുവിൻ്റെ തോല് 3 കൂടി ചേർന്ന് മൂട്ടടിക്കും. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് 2 തരം മൂട്ടി. ഇത് 2 എരുമത്തോലാണ്. ഈ 2 എരുമത്തോല് വെച്ചിട്ട് ഇത് പിന്നെ മൂട്ടടിക്കും. പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം അത് അയച്ചിട്ട് ഇതിനകത്ത് ഈ തൊപ്പിത്തോലെന്ന് പറയും, അത് വെച്ച് കെട്ടി തൊപ്പി മൂട്ടെന്ന് പറയും. കണ്ടുപിടിച്ച ആളുകൾ ഭയങ്കര കടപ്പാടായിരിക്കും. വായിക്കാനുള്ള മോഹമൊക്കെ ഉണ്ട്, സമയം കിട്ടില്ല ഈ വർക്കിനോട്. അതെ, വായിക്കാൻ സമയം ടൈമില്ല. ഇതിൻ്റെ കൂടെ നിൽക്കുന്നതിനോട് വായിക്കാനുള്ള പഠിക്കാനൊക്കെ നല്ല മോഹങ്ങളൊക്കെ ഉണ്ട്, സമയമില്ലാത്ത കാരണമാണ് കിട്ടുന്നത്. ഈ ഇത് നിങ്ങൾ നേരത്തെ ഈ സർക്കാരിന്റെ സഹായങ്ങളെ കുറിച്ചും അതെങ്ങനെയായിരുന്നു? അതായത് സർക്കാരുടെ നബാർഡ് നമ്മളുണ്ട് ബാങ്ക്, അതിൽ ഞങ്ങൾക്ക് ഈ ഒരു 62 മെമ്പേഴ്സ് ഈ മൊത്തം പെരുമ്പിൽ പല ഭാഗത്തായിട്ടുണ്ട്. എല്ലാ സൊസൈറ്റി ഇവിടെയാണ്, പാലക്കാട് ജില്ലയിൽ സൊസൈറ്റി പെരുമ്പിലാണ്. അതിൻ്റെ 66 പല ഭാഗത്തും പല ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനെ നബാർഡ് ഒരു കൃഷിൻ്റെ അവർ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞ് അവർക്ക് വിലയത്തൊക്കെ ഞങ്ങൾക്ക് സഹകരിച്ചത് ഈ വർക്ക് ചെയ്യാനുള്ളത്.
അതിലിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മരം അടുത്ത് കടയുന്ന ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ആനുകൂല്യം നമുക്ക് ആ ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ, അത് മാത്രം, വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം അതിൻ്റെ ഒരു മെമ്പർഷിപ്പും കാര്യങ്ങളും മാസം മീറ്റിങ്ങൊക്കെ ഉണ്ട്. എന്താ ഈ സൊസൈറ്റി എന്താ ചെയ്യുന്നത്? പൊതുവെ എന്താ ചെയ്യുന്നത്? സൊസൈറ്റി അതായത് ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായം അവർ തന്നു ചേർത്ത്. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള മരം എടുക്കാം, ഞങ്ങൾക്ക് ഇത് കളയാം, അതിന് നല്ല ലേബർ കൊടുത്താൽ മതി. പുറത്തുനിന്ന് കാട്ടി കുറച്ച് കമ്മിയാക്കി ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ഞാൻ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. ഒറ്റ Okay.